ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൻ. എൻ്റെ ശബ്ദത്തിലും എൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എല്ലാം തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാവ് വിനി, എന്താ ഒരു സന്തോഷം, എന്താണ് എന്നൊക്കെ. ഇന്ന് ഈ ഒരു വ്ലോഗ് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കൂടെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണ് നിറയുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ യാത്ര ഇന്ന് നമ്മൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, എയർപോർട്ട് യാത്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ആകാംക്ഷയോട് കൂടിയിട്ട് ഓരോ നിമിഷം ഞാൻ കാത്തിരുന്ന ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ എനിക്ക് ആയിത്തീരുന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇന്ന് മനു വരികയാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ നിങ്ങളോട് അത് പറയണമെന്ന്. എല്ലാവർക്കും, അത് കിച്ചു ആയിക്കോട്ടെ കണ്ണേട്ടനായിക്കോട്ടെ, പൊതുവെ അച്ഛന്മാരങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല എന്ന് പറയാറുണ്ടല്ലേ. അതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് അറിയുന്നുണ്ട്. എന്നാലും കണ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം കണ്ണേട്ടനും അതേ തന്നെയാണ്. അങ്ങനെ പുറത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്കറിയാം എത്രമാത്രം കിച്ചു ആണെങ്കിലും കണ്ണേട്ടനാണെങ്കിലും ആ വെയിറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓരോ നിമിഷം കൗണ്ടിങ് ആയിരുന്നു. ബിക്കോസ് UAE വെതർ കണ്ടീഷൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര ഇതിലായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മഴയും എല്ലാ കാര്യങ്ങളും ആയിരുന്നു. ഫ്ലൈറ്റ് വന്ന് അത് തിരിഞ്ഞ് വീണ്ടും റൺവേയിലേക്ക് കയറുന്ന വരയ്ക്കും ഞാൻ ആ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരമ്മയുടെ കാത്തിരിപ്പ് എന്താണെന്ന് അനുഭവിക്കുന്ന ഒരു നിമിഷമായിരുന്നു എനിക്കത്. 4 മാസമായിട്ടും എൻ്റെ കുട്ടിയെ പിരിഞ്ഞിട്ട്. എന്നാൽ പോലും എനിക്കറിയില്ല ഞാനതെങ്ങനെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം, ആ വേദന ഓരോ നിമിഷവും. അതേപോലെ തന്നെ എനിക്കറിയാം കിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര മാത്രം അവനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഞങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഫാമിലി ഇന്ന് കംപ്ലീറ്റായി എന്ന് തോന്നിക്കുന്ന ഒരു നിമിഷമായിരുന്നു. അവിടുന്ന് മഴ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നേരെ വന്നത് മനുവിൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ട് അവൻ ചാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്നത് എന്ന്. അങ്ങനെ ചാർട്ട് ചെയ്ത പ്രകാരം നമ്മൾ അവനെ അവൻ്റെ ഫേവറേറ്റ് ഷവർമ ഷോപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വൽ ടേസ്റ്റിംഗ് വാട്ടർ. അതവിടെ വെള്ളം കിട്ടില്ലേ? അല്ല, അവിടെ വെള്ളത്തിന്റെ ഇതാണ് വെള്ളം. എന്താ അവിടെ ടേസ്റ്റ് ഇല്ലല്ലോ. ഹാവ് യു നോട്ടീസ്ഡ്? 3 ചെറുത് വലുത് അവന് കൊടുത്തു. വലുത് അവന് കഴിക്കട്ടെ. ഷവർമ കഴിക്കും. Thank you. ദുബായ് എന്ന് പറയണതേ നമ്മള് പാമ്പർ ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ നീയെ? അതാണ് ഈ രാജ്യം. അത്രയ്ക്ക് നമ്മളെ കൊഞ്ചിച്ച് വഷളാക്കിയിട്ടാണ് നമ്മൾ ഓരോ രാജ്യത്തേക്ക് പോണത്. കഴിക്കൂ. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഓരോ കാര്യവും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ആയിരിക്കണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് മക്കളെ പിരിഞ്ഞിരിക്കുന്നതും മക്കൾ വീട്ടിലേക്ക് വരുമ്പോഴുള്ള സന്തോഷവും എന്താണോ ഒരമ്മമാർക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇന്ന് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കുന്നു. ഓരോ അമ്മയും എത്രമാത്രം സങ്കടത്തോടു കൂടിയിട്ടാണ് അതൊക്കെ ഇതാവുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു നിമിഷം. Hi, Manu. He broke my thing. He did what? He broke the stand. It was nice to work. And he How are you? My boy. How are you? I'm okay. Welcome back home. Thank you so much. Yeah. Oh my God, you're not eating?
Why you slender? നമ്മൾ രാത്രി എത്തി ബിക്കോസ് മഴ 11 തുടങ്ങും എന്നായിരുന്നു വാർണിംഗ്. അതേപോലെ തന്നെ 11:30 ആയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, സ്റ്റോം കാര്യങ്ങൾ. അടുത്ത ദിവസം എനിക്ക് ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. ബിക്കോസ് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഒരു 10-17 ദിവസം ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു എൻ്റെ ഫ്രണ്ട് ക്ലയൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഡെലിവറിയാണ്. അപ്പോൾ നേരത്തെ 7 മണിയാകുമ്പോഴേക്കും തന്നെ 7-7:15 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഡെലിവറി കൊടുക്കണം. നമ്മൾ ക്യൂറേറ്റ് ചെയ്ത മെനു ആണ്. 10-17 ദിവസത്തേക്ക് അവർക്ക് 5 പേർക്ക് 6 പേർക്ക് വേണ്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ മെനു എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള മെനു കേട്ടോ, നമുക്കുള്ള മെനു അല്ല, നമ്മുടെ പുത്രൻ വേറെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുൾ ആൻഡ് ഫുൾ അവന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോയ്സ് ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല. ബിക്കോസ് എല്ലാം അവൻ്റെ ചോയ്സ്, എല്ലാം ഇനി അവന് വേണ്ടിയിട്ട് അവൻ എന്ത് പറയുന്നോ അതുപോലെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിന് നമ്മൾ ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനി ഓണിയൻ ഉത്തപ്പം, മിൻറ്റ് ചട്നി, അതേമാതിരി തന്നെ പരിപ്പ് വട. ഇതാണ് അവർക്ക് ഇന്നത്തെ മെനു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഉണ്ടാക്കി. ബിക്കോസ് 7:15 ഡെലിവറി ഒന്ന്, രണ്ടാമത്തത് നമ്മൾ തൊട്ടടുത്തൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും നല്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി. ബിക്കോസ് ഇത് കഴിഞ്ഞ് കൊടുത്തിട്ട് വന്നിട്ട് വേണം എനിക്ക് വേണ്ട കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും അവന് വേണ്ട സ്നാക്സ് ആയിട്ടും എല്ലാം തന്നെ ഇന്നത്തെ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. സോ എല്ലാം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മയെ കാണുന്ന സമയത്ത് അമ്മേ അത് വേണമേ, അമ്മേ ഇത് വേണമേ എന്ന് പറയുന്ന സമയത്ത് ആ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ള ആ വികാരം മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അതായത് നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അതല്ല, അതിൻ്റെ ടേക്ക് ഓഫ് തന്നെ വേറെയാണ്. ഈ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് വേറെ ലെവലാണ് മക്കളെ. അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുന്നുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഹംഗേറി അമ്മമാരുടെ ഒരു ഗ്രൂപ്പുണ്ടേ, ദുബായിൽ നിന്ന് പോയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അമ്മമാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരേപോലെ വരുന്നു. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ മക്കളെത്തുന്നു, സുഖമായിട്ടെത്തണേ, നിങ്ങളെല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യൂട്ടോ, കിട്ടണ പോലെയൊക്കെ അവരെ ഇതാക്കൂട്ടോ. അവർ എന്താ വെച്ചാൽ ഓരോ കുട്ടികളും ഒരുപാട് പ്രതീക്ഷയിലാണ് വീട്ടിലേക്ക് വരുന്നത്. എന്താണ് അവർക്ക് അത്രയും കംഫർട്ടബിൾ കൊടുക്കണം. എന്താ വെച്ചാൽ അവിടെ പോയ മുതൽ അവർക്ക് ടൈം കിട്ടുന്നില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ടൈം കിട്ടുന്നില്ല, അവർ ഫുൾ പഠിക്കുകയാണ്. ഓരോ കുട്ടികളും അങ്ങനെ തന്നെയാണ്, പുറത്ത് പോയി പഠിക്കുന്ന ഓരോ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുത്രാലുവിന് വേണ്ട കാര്യങ്ങൾ എന്താണ്? ചൂടായിട്ടുള്ള ക്രിസ്പി ദോശ, നമ്മുടെ കാന്തി പാലക്കാടൻ ചോപ്പ് ഉള്ളിസമ്മന്തി, പച്ച ഉള്ളിസമ്മന്തി, അത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. ഞാനവന് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്താലും അവനത് വേണ്ട, അവിടെ ഉണ്ടാക്കണില്ല എന്നാണ് പറഞ്ഞ്. ഇത് അവൻ്റെ മിൻറ്റ് ചട്നി, ഇതാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ്. യെസ്, ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉള്ളി സമ്മന്തി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൻറ്റ് ചട്നി. Call me lazy for not making it there, but this is a different thing. ആദ്യം ഉള്ളി സമ്മന്തി കഴിച്ചോ. Both of my favorite. കഴിച്ചോളൂ. ഞാൻ നെയ് വേണം തരാം. സോ എന്ത് പറയുന്നു ഹംഗേറി ലൈഫ്, ഒറ്റയ്ക്കുള്ള ലൈഫ്? Initially it was fun. I think in December ആയപ്പോ എക്സാം തുടങ്ങിയപ്പോ അമ്മേന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയ്ക്കും നമ്മള് വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പഠിപ്പൊക്കെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. Thank you. First of all, thank you all. I think based on my semester marks so far, ഞാൻ നന്നായി പോണ്ട് തോന്നുന്നു. അതാണ് അമ്മയും അച്ഛൻ പറഞ്ഞത്. അതെ, നന്നായി പഠിക്കുന്നുണ്ട്. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇതുപോലെ തന്നെ നന്നായി പഠിക്കാം, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സമാധാനമായിട്ട് കഴിച്ചോളൂ. ഓക്കെ, ഇനി എല്ലാം എന്റെ ഫേവറേറ്റ് വന്നുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് മാത്രം റിസർവ്. ഓക്കെ, ലഞ്ച് സ്പെഷ്യൽ പ്ലീസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ: ചോറ്, വെറും
പാലക്ക് ചീരയും നമ്മുടെ സവോളയും വെളുത്തുള്ളിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മെഴുക്ക് വരട്ടി പോലെ വറ്റിച്ചത്, ഫ്രഷ് മാങ്ങ അച്ചാറ്, നമ്മുടെ പാലക്കാടൻ ഓംലെറ്റ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി. ഇതാണ് These two. I asked mom to freeze this and I asked mom how to make this also. But എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ. ഇനി ഞാനൊരു സാധനം തരട്ടെ. ഇനി പാലക്കാടൻ ഓംലെറ്റ് ഇങ്ങനെ എടുത്തിട്ടേ ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയ ചീഞ്ചട്ടിയിൽ കൂടെ വെച്ചിട്ട് എന്നിട്ട് ഇതിനെ ഇങ്ങനെ കുഴച്ചിട്ട് എങ്ങനെ കഴിക്കുന്നു. Oh, I miss this man. Genuinely. Yeah, one more back. അപ്പോൾ വീണ്ടും ഫാമിലി ഒന്ന് ചേർന്നിരിക്കുന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, എന്താണ് വ്യത്യാസം, എന്താണ് കിട്ടാത്തത്? പാലക്കാടൻ ഓംലെറ്റ് Okay, either I'm gonna freeze it, it's still the same. Okay, we're going to either. Okay, I don't know what problem is this. I feel it's different. It's different to what I'm making. Even though I'm following the exact same steps you've given me. മേ ബി നമുക്ക് ക്ഷമയില്ല, നീ പെട്ടെന്ന് എടുത്ത് തിരിച്ചിട്ടിട്ട് മൊത്തം അതിനെ അലമ്പാക്കുന്നതായിരിക്കാം. 2 minutes കഴിഞ്ഞിട്ട് ഞാൻ തിരിക്കാം. മേ ബി ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോ ഞാൻ എന്നെ വിളിച്ചിട്ട് നീ എന്റെ മുമ്പിൽ ഉണ്ടാക്കിയാൽ മതി. പാലക്കാടൻ ഓംലെറ്റ് പറഞ്ഞു കൊടുക്കൂ. പാലക്കാട് വഴി പോയി മുണ്ടൂരെത്തി. പറഞ്ഞോളൂ. കോയമ്പത്തൂരിൽ നിന്ന് കയറി വണ്ടി പാലക്കാട് എത്തി. പാലക്കാട് ഓംലെറ്റില് എല്ലാം കൂടി ഇട്ടങ്ങടെ ഇളക്കുക. എന്തില്? മുട്ടയിലോ? എന്തിട്ടിട്ട് ഇളക്കണം? ഉള്ളി, ആ, മറ്റേ ഇത്, ഉപ്പ്, മുളക്, മഞ്ഞൾ, കരിവേപ്പില. ഒരു കരിവേപ്പില അതെടുത്ത് കാച്ചിരുന്നു. അല്ല, എന്നിട്ട് മനോ ഒഴിച്ചോടനെ മറിച്ചിടണം. Is that even physically possible? ഒഴിക്കുക. ഉടനെ എന്ന് പറഞ്ഞത് ആ മറിച്ചിടാൻ ഭാഗത്താകുമ്പോൾ ഒന്നും ആലോചിച്ച് നിൽക്കരുത്. ആ കുട്ടി എത്ര മാസക്കണക്കായി ചോദിക്കണു ഒരു മുട്ടക്കറിയുടെ റെസിപ്പി, പരിപ്പും തക്കാളിയുടെ റെസിപ്പി. അതെന്തുകൊണ്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താല്? എനിക്കറിയണ്ടേ, ഞാൻ ഉണ്ടാക്കിയത് ഓരോ പ്രാവശ്യം ഓരോ ടേസ്റ്റ് ചെയ്യുന്നു. ബട്ട് ഇവന് ഇഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും കഴിക്കൂ. ഇനി അടുത്ത വിഭവങ്ങളുമായി വിനീസ് കിച്ചൺ വരുന്നതായിരിക്കും. 100%. ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്ത ചോയ്സ്. എപ്പോൾ ഞാൻ വിനീസ് കിച്ചൺ ഓർഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാലും അമ്മേ എനിക്കിത് വേണം, എന്താ പറയുക, എനിക്ക് ഉണ്ണിയപ്പം മിസ്സാവണു, എനിക്ക് പരിപ്പ് വട മിസ്സാവണു, അമ്മേ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാപ്പിയും ഇതും വേണമേ. ഓ ശരി, വൈകുന്നേരത്തോടു കൂടിയിട്ട് അതും ഉണ്ടാക്കി കൊടുത്തു. യെസ്, This is well. This is mom's gold. ഞാൻ ഓരോ പ്രാവശ്യം എന്താണ് പരിപ്പ് വടയും എന്താണ് പറയുക ഉണ്ണയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നീ ക്യാമറയിൽ നിന്ന് ചോദിക്കില്ലേ, ഞാൻ വന്നിട്ട് എനിക്ക് വേണം എന്ന് പറയില്ലേ. ഞാൻ ഹംഗറിയിൽ ഉണ്ടാക്കിയപ്പോൾ ഇത്ര ക്രിസ്പ് ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് പരിപ്പ് മാറിയില്ല, അവിടെ ഒപ്പിച്ചിട്ടുണ്ടാക്കിയതല്ലേ നിനക്ക്. നീ അന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി തന്നില്ലേ ബജ്ജിയൊക്കെ. അത് ഇതുപോലെയല്ല, ബിക്കോസ് ഇത് ഒറിജിനൽ പരിപ്പ് വടയാണ്, ഇതിൻ്റെ പരിപ്പ് വേറെയാണ്. ഇനി എന്താണ് അടുത്ത റിക്വയർമെൻറ്റ്സ്? അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തീർത്തു. ഓക്കെ, കുറേ ഉണ്ട്. ഇനിയിപ്പോൾ നാളേക്കുള്ള ടാർഗറ്റ് എന്തൊക്കെയാണ്? നാളെ രാവിലെ എന്താ വേണ്ടത്, ഉച്ചയ്ക്ക് എന്താ വേണ്ടത്? അല്ല, ഉച്ചയ്ക്കും രാത്രി നീ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ നാളെ രാവിലെ നിനക്ക് എന്താ വേണ്ടത്? നാളെ രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? നാളെയും ദോശയോ? ശരി, ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാം, എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, ഗോതമ്പ് ദോശയും പച്ചമുളക് സമ്മന്തി ഉണ്ടാക്കി തരാം. ഓക്കെ, പിന്നെ നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരവും നീ ഇല്ല,
ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിൽ ആഗ്രഹങ്ങളിൽ ബാക്കി? ലൂച്ചി, ഗ്രീൻ പീസ് കറി, പിന്നെ വെജിറ്റബിൾ പുലാവ്, ബിരിയാണി, പിന്നെ വെള്ളരിക്ക മോര് കൂട്ടാൻ. പക്ഷെ അത് അമ്മ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെന്താണ്? പ്രോൺസ് ഫ്രൈ ഓൾസോ. പ്രോൺസ് ഫ്രൈ. ശരി ശരി, ഓരോന്നായിട്ട് ലിസ്റ്റ് ഇടാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കണം വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പം നമ്മൾ ഇവിടേക്ക് വന്നു, നമ്മൾ പഠിക്കാനാണ് പോണത്, ലൈക്ക് ഹംഗറി നമ്മൾ പഠിക്കാൻ പോയി എല്ലാം ഇത്. സോ വാട്ട് ഈസ് യുവർ തിങ് ടുവേർഡ്സ് കിഡ്സ് ഹൂ ആർ trying to join the university? Maybe ഈ ഒരു കൊല്ലം they'll come in June. So you will become in second year. I will become in second year. അപ്പോൾ എന്താണ് നിനക്ക് പറയാനുള്ളത് അവരുടെ അടുത്ത്? What to expect in the matter of studies? What to expect? I'll go before and I'll say after. First of all, before the main thing I can say is obviously cherish the moments you have together, you know, like whether it is with your friends or with your family also. Every day you wake up and you come down, or you go to the kitchen and you see Amma preparing food, or Acha working, or like for example in Kichu's case I used to see him just watching or just hanging around, right? But then university first day boy, you get up, no one is there, and you know, having food on the table, because this is my first exam season. First exam Amma illanda is just me alone. So first of all, cherish the moments you have. Spend it as much as you can with whoever. Go on the hangout, do whatever you want. Then what to expect? Expect a lot of things. Expect to socialize again. If you had like a long friend group, if you've been moving countries, it shouldn't be a problem. But expect to socialize again, get used to, you know, speaking to new people, and the weather. If you're going going European, the weather is not great, especially now. It is very depressing. അതാണ് എല്ലാവരും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇപ്പം മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ വിൻ്റർ ടൈമിൽ കുട്ടികൾക്ക് വിൻ്റർ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഒരുപാട് കുട്ടികൾ കരയലും പിടിക്കലും ഒക്കെയാണ് എന്നുള്ളത് പറയുന്നത്. ബിക്കോസ് വിൻ്റർ ഡിപ്രഷൻ വരാൻ ഒരു 90% കുട്ടികൾക്കും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. Because like the sun sets down very early, you don't get a lot of sun, and you're studying for exams half the time, so you don't even know. Like, I think I lost track of what day it is at some point. പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പറയാനൊന്നുമില്ല. Thankfully. It is only പഠിക്കൽ. അതുകൊണ്ട് another thing is that, which I will say, because some of my friends are struggling with it, which I will say now, learn to cook a little bit. Like general basics on how to cook rice, or like, you know, how to maintain or clean up the area. Like half my time went trying to learn how to that's what mom taught me when I went to Hungary. But if you learn before you go, then you don't even need to learn also. You just need to go there, settle, and it should be like clockwork at some point. Exactly. Anyways, it's a chapter, new chapter. If you can come and I can come, and always you can do. But good, enjoy your time. Eat everything as possible. Exactly. Okay then. Thank you.